നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് +2 തുല്യതാ ചരിത്രത്തിലെ ഒരു ചോദ്യപേപ്പറാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരെ ചോദ്യപേപ്പറിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഹാരപ്പൻ ലിപിയുടെ സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഹാരപ്പൻ ലിപിയുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ, ഒരുപാട് സവിശേഷതകളുണ്ട്, അതിലേതെങ്കിലും 2 എണ്ണം മാത്രം എഴുതിയാൽ മതി എന്നാണ് നമുക്കിവിടെ പറയുന്നത്. ഹാരപ്പൻ ലിപിയുടെ സവിശേഷതകൾ എന്താണ് ആണ് 2 മാർക്കിൻ്റെ ചോദ്യം. ഹാരപ്പൻ ലിപി എന്ന് പറയുന്നത് ഒരുപാട് ചിത്രങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയ ഒരു ലിപിയായിരുന്നു ഹാരപ്പൻ ലിപി. ഒരു ചിത്രലിപിയാണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും. ഒരുപാട് ചിത്രങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയ ലിപിയായിരുന്നു ഹാരപ്പൻ ലിപി. അതുപോലെ ലിഖിതങ്ങൾ വളരെ ചെറുതാണ്, വളരെ ചെറിയ ലിഖിതങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇത് എഴുതുന്നത് വലതു നിന്ന് ഇടതുഭാഗത്തേക്കാണ് ഈ ലിപി എഴുതിയിരുന്നത്. വലതു നിന്ന് ഇടതുഭാഗത്തേക്കാണ് ഹാരപ്പൻ ലിപി എഴുതിയിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഹാരപ്പൻ ലിപിയുടെ പ്രത്യേകതകൾ. ഹാരപ്പൻ ജനത അവർക്ക് എന്ത് ചെയ്യുന്നു, കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ആശയവിനിമയത്തിന് വേണ്ടിയിട്ടും ഒരു എഴുത്തുവിദ്യ, ഒരു ലിപി ഉപയോഗിച്ചിരുന്നു. ചിത്രലിപി എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വലത്തു നിന്ന് ഇടത്തോട്ടാണ് അത് എഴുതിയിരുന്നത്. ലിഖിതങ്ങൾ വളരെ ചെറുതായിരുന്നു. അതിൽ ചിഹ്നങ്ങളും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ധാരാളം ചിത്രങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു. ഇത്രയുമാണ് നമുക്ക് ഹാരപ്പൻ ലിപിയുടെ പ്രത്യേകതകളായിട്ട് കാണാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ലിഖിത തെളിവുകളുടെ ഏതെങ്കിലും 2 പരിമിതികൾ എഴുതുക. ഇവയെല്ലാം തന്നെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളായതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം ഉത്തരം എഴുതുക. ഒരു പാരഗ്രാഫ് പോലെ അല്ലെങ്കിൽ ഒരു പേജ് നിറയെ ഉത്തരം എഴുതാതെ 2 വരിയിൽ മാത്രം ഒതുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ഭൂരിഭാഗം. ഇപ്പോൾ ലിഖിതങ്ങളുടെ പരിമിതികൾ എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 33-ാമത്തെ പേജിലാണ് നമുക്ക് ലിഖിതങ്ങളുടെ പരിമിതികൾ പറയുന്നത്. ലിഖിതങ്ങൾ മങ്ങിയ അക്ഷരത്തിലായിരിക്കും, അല്ലെങ്കിൽ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലാണ് കാണപ്പെടുന്നത്. അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കാം. ലിഖിതങ്ങളിലെ വാക്കുകൾ അർത്ഥങ്ങൾ സന്ദർഭത്തിനൊത്ത് മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളെപ്പറ്റി ഇത്തരം ലിഖിതങ്ങളിൽ കൃത്യമായി പരാമർശിക്കാറില്ല. അതുപോലെ തന്നെ ലിഖിതങ്ങൾ എന്ത് ചെയ്യുന്നു, അതെല്ലാം സ്ഥാപിച്ചിട്ടുള്ള രാജാക്കന്മാരുടെ നേട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്രയുമാണ് ലിഖിതങ്ങളുടെ 2 പരിമിതി. ഇതിൻ്റെ ഒരു തെളിവാണ്, ചരിത്രത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നാണ് ലിഖിതങ്ങൾ. ലിഖിതങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് കല്ലുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗ്ഗങ്ങളിലോ കൊത്തിവെച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ലിഖിതങ്ങൾ എന്ന് പറയുന്നത്. ഭൂരിഭാഗവും അത് കല്ലുകളിലാണ് ആദ്യകാലത്ത് കണ്ടെടുക്കുന്നത്. പിന്നീട് അത് ലോഹങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ലിഖിതങ്ങൾ നമുക്ക് കിട്ടിയ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നമുക്കത് വായിച്ചെടുക്കുന്ന സമയത്ത് ചില പരിമിതികൾ അല്ലെങ്കിൽ ഈ ലിഖിതങ്ങളുടെ പരിമിതികളുണ്ട്. പ്രധാന പരിമിതി അതിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ, നമ്മളത് കുഴിച്ചെടുക്കുന്ന സമയത്ത്, എക്സ്കവേഷൻ ചെയ്തെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അതിനൊരു പക്ഷേ കേടുപാടുകൾ സംഭവിച്ചിരിക്കാം. അതുപോലെ അത് അർത്ഥങ്ങൾ, ആ എഴുതിയ ആളും വായിക്കുന്ന ആളും രണ്ടും 2 കാലഘട്ടത്തിലെ ആളുകളായതുകൊണ്ട് അതിലെ അർത്ഥങ്ങൾ തമ്മിൽ മാറിപ്പോകാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ രാജാക്കന്മാരുടെ നേട്ടങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ടും ഈ ലിഖിതങ്ങളിൽ പരാമർശിക്കുന്നത്. സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇതിൽ പറയാറില്ല. അപ്പം അത്രയുമാണ് നമുക്ക് ലിഖിതങ്ങളുടെ തെളിവ്. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതിയാവും. അടുത്ത ചോദ്യം, മീരാബായിയെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് എഴുതുക. മീരാബായി എന്ന് പറഞ്ഞാൽ ഭക്തി പ്രസ്ഥാനം ഇന്ത്യയിൽ ഉടലെടുക്കുന്ന സമയത്ത് ഭക്തി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ത്രീ സാന്നിധ്യമായിരുന്നു മീരാബായി. മീരാബായി ജീവിച്ചിരുന്നത് രാജസ്ഥാൻ ഭാഗങ്ങളിലാണ്. രാജസ്ഥാനിൻ്റെ ഭാഗങ്ങളിലായിട്ടാണ് മീരാബായി ജീവിച്ചിരിക്കുന്നത്. മീരാബായി അറിയപ്പെടുന്നത് അവരുടെ ഭജനകളിലൂടെയാണ്. മീരാബായി ഭജനകളിലൂടെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ എന്ത് ചെയ്യുന്നു, അവരൊരു കൃഷ്ണ ഭക്തിയായിരുന്നു മീരാബായി. കൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളാണ് മീരാബായി ആലപിച്ചിരുന്നത്. മീരാബായിയുടെ പ്രത്യേകത മറ്റ് സന്യാസിമാരെ പോലെ അല്ലെങ്കിൽ മറ്റ് ഭക്തി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ഗുരുനാനാക്ക് അല്ലെങ്കിൽ കബീർ ദാസ് അതുപോലെയുള്ള ആളുകളെ പോലെ മീരാബായിക്ക് ഒരു അനുയായികളുടെ സംഘമോ അല്ലെങ്കിൽ ഒരു വിഭാഗമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതാണ് ഇവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രത്യേകത. രാജസ്ഥാനിലാണ് ഉണ്ടായിരുന്നത്. കൃഷ്ണ ഭക്തിയായിരുന്നു. ഇവരുടെ ഭജനകളിലൂടെയാണ് ഇവർ പ്രധാനമായിട്ട് അറിയപ്പെട്ടത്. മീരാബായിയുടെ കാര്യങ്ങൾ നമുക്ക് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ 73-ാമത്തെ പേജിലാണ് നമുക്ക് മീരാബായിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. ഏതെങ്കിലും 2 കാര്യങ്ങൾ മാത്രം അവിടെ നിങ്ങൾക്ക് ഇവിടെ എഴുതിയാൽ മതി. 2 മാർക്കിനായതുകൊണ്ട് 2 കാര്യങ്ങൾ മാത്രം ഇവിടെ എഴുതിയാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 8-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗുദ് കഷ്ത, പാഹി കസ്ത എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് വിശദമാക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്.
നമുക്കറിയാം ഇത് മുഗൾ കാലഘട്ടത്തിലെ രണ്ട് കർഷക വിഭാഗങ്ങളാണ് ഗുദ് കസ്തയും അതുപോലെ പാഹി കസ്ത എന്നും അറിയപ്പെടുന്നത്. പ്രധാനമായിട്ട് പറഞ്ഞാൽ ഗുദ് കസ്ത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിഭാഗം രണ്ടും കർഷകരാണ്, രണ്ട് കർഷക വിഭാഗങ്ങൾ, രണ്ടുപേരും കർഷകരാണ്. അതിൽ ഗുദ് കസ്ത എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയുടെ ഉടമകളായിരുന്നു ഇവർ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഗ്രാമങ്ങളിൽ തന്നെ സ്ഥിരതാമസമാക്കിയിരുന്ന വിഭാഗമായിരുന്നു ഗുദ് കസ്ത. കൃഷിഭൂമിയുടെ ഉടമകളായിരുന്നു ഇവർ, ഗ്രാമങ്ങളിൽ തന്നെ സ്ഥിരമായിട്ട് താമസമാക്കിയിരുന്നു. എന്നാൽ പാഹി കസ്ത എന്ന് പറയുന്ന വിഭാഗം, പാഹി കസ്ത എന്ന് പറയുന്ന രണ്ടാമത്തെ കർഷക വിഭാഗം, ഇവർ മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് ഇവിടുത്തെ ഭൂമിയിൽ കരാറടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന കർഷകരായിരുന്നു. അതായത് മുഗൾ കാലഘട്ടത്തിലെ കർഷകരെ പ്രധാനമായിട്ടും രണ്ട് ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്ന് സ്വന്തമായിട്ട് ഭൂമി ഉള്ള കർഷകർ, അവരെ നമ്മൾ ഗുദ് കസ്ത എന്ന് വിളിക്കുന്നു. രണ്ട് മറ്റുള്ളവരുടെ ഭൂമിയിൽ പണിയെടുക്കുന്ന കർഷകർ, അഥവാ അത് കരാറടിസ്ഥാനത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കാം, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാഹി കസ്ത. പാഹി കസ്ത. ഈ രണ്ട് ഭാഗങ്ങൾ വരുന്നത് നമ്മുടെ 7ാമത്തെ പാഠം, മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സമൂഹം എന്ന് പറയുന്ന ഭാഗത്തിലായിട്ട് ഇവിടെ വരുന്നത് 92ാമത്തെ പേജിൽ, 92ാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ 92ാമത്തെ പേജിൽ നമുക്ക് ഈ രണ്ട് വിഭാഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം നമുക്ക് ലഭ്യമാണ്. ഗുദ് കസ്തയും പാഹി കസ്തയും. നിരന്തരമായിട്ട് ചോദ്യപേപ്പറിൽ വരുന്ന രണ്ട് ഭാഗമാണ് ഈ രണ്ട് വിഭാഗം കർഷകർ. ഗുദ് കസ്ത എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള കർഷകർ, പാഹി കസ്ത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ പണിയെടുക്കുന്ന കർഷകർ, അഥവാ സ്വന്തമായിട്ട് കൃഷിഭൂമി ഇല്ലാത്ത കർഷകർ. ഇങ്ങനെയുള്ള രണ്ട് വിഭാഗം കർഷകരാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ജോട്ടേദാർമാർ എന്നാൽ ആരാണ്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പ്രാധാന്യം? ജോട്ടേദാർമാർ എന്ന് പറയുന്നത് ബംഗാളിലുണ്ടായിരുന്ന ധനികരായ കർഷകരെ അറിയപ്പെട്ട പേരാണ് ജോട്ടേദാർമാർ. ബംഗാളിലെ ധനികരായ കർഷകരാണ് ജോട്ടേദാർമാർ. അപ്പോൾ ഇവരെക്കുറിച്ച് നമുക്ക് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ 118ാമത്തെ പേജിലാണ് ജോട്ടേദാർമാരെ കുറിച്ച് പറയുന്നത്. പേജ് നമ്പർ കൃത്യമായിട്ട് പറയാം. നിങ്ങൾക്ക് ആ സമയത്ത് ടെക്സ്റ്റ് ബുക്ക് കൂടി വെച്ച് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ചോദ്യത്തിൻ്റെയും പേജ് നമ്പർ കൂടി ഉൾപ്പെടുന്നത്. ജോട്ടേദാർമാരെന്ന് പറയുന്നത് ബംഗാളിലെ ധനികരായ കർഷകരെയാണ് ജോട്ടേദാർ എന്ന് വിളിക്കുന്നത്. ജോട്ടേദാർ. അവർക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്ന സവിശേഷതകൾ, ഇവർ ആയിരക്കണക്കിന് കൃഷിഭൂമി, ഏക്കർ കണക്കിന് കൃഷിഭൂമി കൈവശമുണ്ടായിരുന്ന വിഭാഗമായിരുന്നു ജോട്ടേദാർമാർ. പ്രാദേശിക വ്യാപാരം ഇവർ നിയന്ത്രിച്ചിരുന്നു. പ്രാദേശികമായിട്ട് വ്യാപാരം നിയന്ത്രിച്ചിരുന്ന ഒരു വിഭാഗം കൂടിയായിരുന്നു ഇവർ. കർഷകർക്ക് പണം പലിശയ്ക്ക് നൽകിയിരുന്നു. ഇവരുടെ കൃഷിഭൂമിയിൽ ജോലി ചെയ്തിരുന്നത് പാട്ടക്കാരായിട്ടുള്ള ആളുകളാണ് ജോലി ചെയ്തിരുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ജോട്ടേദാർമാർ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ് ജോട്ടേദാർമാർ. അതുപോലെ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് പല പേരുകളിലും ജോട്ടേദാർമാർ അറിയപ്പെടുന്നുണ്ട്. ഹവേലദാർസ്, ഗാന്ധിദാർസ് അഥവാ മണ്ഡൽസ് എന്നിങ്ങനെയുള്ള വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു ജോട്ടേദാർമാർ. അവിടെ ഏറ്റവും പ്രാഥമികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ജോട്ടേദാർമാർ എന്ന് പറയുന്നത് ബംഗാളിലുണ്ടായിരുന്ന ധനികരായ കർഷകർ അറിയപ്പെട്ട പേരാണ് ജോട്ടേദാർ. ആയിരക്കണക്കിന് കൃഷിഭൂമി കൈവശമുണ്ടായിരുന്ന വിഭാഗങ്ങളാണ്, ധനികരാണ്, സാമ്പത്തികമായിട്ട് മുന്നോക്കം നിന്നിരുന്ന ഒരു വിഭാഗം കർഷകരാണ് ജോട്ടേദാർമാർ. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർക്ക് ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രാദേശിക വ്യാപാരം നിയന്ത്രിച്ചിരുന്നു. സാധാരണക്കാരായ ഭൂമിയില്ലാത്ത കർഷകർക്ക് പണം പലിശയ്ക്ക് നൽകിയിരുന്നു. മണ്ഡൽസ് എന്നൊക്കെയുള്ള പേരുകൾ അറിയപ്പെട്ടിരുന്നത് ഈ ജോട്ടേദാർമാരായിരുന്നു. 9ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. റൗലത്ത് നിയമത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ് റൗലത്ത് നിയമം. ഈ നിയമത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക്, അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ പോലീസ് സേനയ്ക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു നിയമമായിരുന്നു ഈ പറയുന്ന റൗലത്ത് നിയമം. ഈ നിയമത്തിൽ പറയുന്നത് ഏതൊരു ഇന്ത്യക്കാരനെയും ഒരു കാരണവും കൂടാതെ, ഏതൊരു വ്യക്തിയെയും ഒരു കാരണവും കൂടാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടങ്കിൽ വെക്കാനുമുള്ള അധികാരം ഗവൺമെൻറ്റിന് നൽകുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന നിയമമാണ് റൗലത്ത് നിയമം. വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടങ്കിൽ വെക്കാനുമുള്ള ഒരു നിയമമായിരുന്നു 1919 റൗലത്ത് നിയമം. ഈ നിയമം എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ നടപ്പിലാക്കുകയും ഇന്ത്യയിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നടക്കുന്നത് ഈ റൗലത്ത് നിയമത്തിനെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത്രയൊന്നും വേണ്ട, ഇവിടെ നമുക്ക് ആകെ ഇത്ര മതി. റൗലത്ത് നിയമം എന്ന് പറയുന്നത് 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു നിയമമാണ് റൗലത്ത് നിയമം. ഒരു ഇന്ത്യൻ പൗരനെ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും
എത്ര കാലം വേണമെങ്കിലും തടങ്കിൽ വയ്ക്കാനുള്ള അധികാരം നൽകുന്ന നിയമമായിരുന്നു റൗലത്ത് നിയമം. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, പിന്നീട് ദേശീയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും ധാരാളം സമരങ്ങൾ എന്ത് ചെയ്യുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് അരങ്ങേറുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റൗലത്ത് നിയമം എന്ന് പറയുന്നത്. റൗലത്ത് നിയമം. ഇനി അടുത്തതായിട്ട് പറയുന്നത് പാകിസ്ഥാൻ പ്രമേയം എന്നാൽ എന്ത്? പാകിസ്ഥാൻ പ്രമേയം. പാകിസ്ഥാൻ പ്രമേയം എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ എന്നുള്ള പുതിയ ഒരു രാജ്യം അല്ലെങ്കിൽ പുതിയ ഒരു വിഭാഗം വേണമെന്നുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് 1940 മാർച്ച് 23 ലാഹോറിൽ വെച്ച് നടന്ന സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ പ്രമേയം പാസ്സാക്കി. ആ പ്രമേയത്തിൽ ഇത്രയാണ് പറയുന്നത്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയംഭരണം വേണം. അതായത് അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ രാജ്യമായിട്ട് മാറണമെന്നുള്ള ഒരു പ്രമേയമാണ് അവർ പാസ്സാക്കുന്നത്. ആ പ്രമേയം അറിയപ്പെട്ട പേരാണ് പാകിസ്ഥാൻ പ്രമേയം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. 1940 ഈ പ്രമേയം പാസ്സാക്കുന്നത്. ലാഹോറിൽ വെച്ചിട്ട് സർവേന്ത്യ മുസ്ലിം ലീഗ് ഒരു സമ്മേളനം നടത്തുകയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയംഭരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കി. ഈ പ്രമേയം അറിയപ്പെട്ട പേരാണ് പാകിസ്ഥാൻ പ്രമേയം. മുഹമ്മദ് അലി ജിന്നയാണ് അതിന് നേതൃത്വം നൽകിയത്. ടെക്സ്റ്റ് ബുക്കിൽ ഈ പ്രമേയത്തിനെ കുറിച്ച് പറയുന്നത് 160 പേജിലാണ്. 160 പേജിൽ നമുക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന പാകിസ്ഥാൻ പ്രമേയം എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് കൃത്യമായിട്ട് തന്നെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. 160 പേജ് നമ്പർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 1792 ശ്രീരംഗപട്ടണ ഉടമ്പടിയുടെ പ്രാധാന്യം വ്യക്തമാക്കുക. നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ഉടമ്പടിയുടെ പ്രാധാന്യം. 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി. ഇത് ഒപ്പുവെക്കുന്നത് മൈസൂർ രാജാക്കന്മാരും അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ഉടമ്പടിയുടെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. ഈ ഉടമ്പടി പ്രകാരം ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം എന്ത് ചെയ്യുന്നു, മലബാർ മേഖല ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുന്നു, ഭരിക്കാനായിട്ട് കിട്ടുന്നു. മലബാർ മേഖല ബ്രിട്ടീഷുകാർക്ക് ഭരിക്കാനായിട്ട് കിട്ടിയ ആ ഉടമ്പടിയെ അറിയപ്പെട്ട പേരാണ് 1769 ശ്രീരംഗപട്ടണം ഉടമ്പടി. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലാണ് ഈ ഉടമ്പടി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മലബാർ മേഖല എന്ത് ചെയ്യുന്നു, മലബാറിൻ്റെ എല്ലാ ഭാഗങ്ങളും ബ്രിട്ടീഷുകാർക്ക് കിട്ടുകയും ആ മേഖല മൊത്തമായിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണം ആരംഭിക്കുകയും ചെയ്യുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് പഴശ്ശി കലാപങ്ങൾ ഉണ്ടാവുന്നതും കുറിച്യർ കലാപങ്ങൾ, അങ്ങനെയുള്ള നിരവധി കലാപങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് 2 മാർക്കിൻ്റേതായതുകൊണ്ട് നമുക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഉത്തരവിത ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം മലബാറിൻ്റെ ഭരണം ബ്രിട്ടീഷുകാർക്ക് കിട്ടിയിരുന്നു. അതാണ് ഈ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രത്യേകത. അടുത്ത ചോദ്യം ജമ അതുപോലെ ഹസിൽ. ജമ എന്നും ഹസിൽ എന്നും അറിയപ്പെട്ടത് എന്താണ്? 2 ടേമുകളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ജമ ഹസിൽ എന്ന് പറയുന്ന 2 വിഭാഗം. ഇത് നമുക്ക് വരുന്നത് മുഗൾ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു നികുതിയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഇവിടെ വന്നത്. രണ്ടും നികുതിയുമായി ബന്ധപ്പെട്ട 2 പദങ്ങളാണ്, ജമയും അതുപോലെ തന്നെ ഹസിലും. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 98 ഇത് പറയുന്നത്. 98 നമുക്ക് ഈ പറയുന്ന ജമ ഹസിൽ എന്ന് പറയുന്നത്. ജമ എന്ന് പറഞ്ഞാൽ ഒരു കർഷകന് അല്ലെങ്കിൽ ഒരാൾക്ക് അയാളുടെ ഭൂമിയുടെ മുകളിൽ നിശ്ചയിച്ചു നൽകുന്ന നികുതി അറിയപ്പെട്ട പേരാണ് ജമ എന്നുള്ളത്. ഒരു കർഷകൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിയുടെ അയാൾക്ക് എന്ത് ചെയ്യുന്നു, നികുതിയായിട്ട് ഒരു തുക നിശ്ചയിച്ചു കൊടുക്കും. അങ്ങനെ നിശ്ചയിച്ചു കൊടുത്ത ആ തുക, ആ പണം അല്ലെങ്കിൽ ആ ഒരു നികുതി അറിയപ്പെട്ട പേരാണ് ജമ. എന്നാൽ എന്ത് ചെയ്യുന്നു, നികുതി പിരിച്ചെടുക്കാൻ ചെല്ലുന്ന ആൾ അത് പിരിച്ചെടുക്കുന്ന സമയത്ത് ആ നികുതിയുടെ പണം പൂർണ്ണമായിട്ടും ഒരുപക്ഷെ കിട്ടാറുണ്ടാവില്ല. അപ്പോൾ എത്രയാണോ നികുതിയായിട്ട് പിരിച്ചെടുക്കുന്നത്, ആ പിരിച്ചെടുക്കുന്ന തുക അറിയപ്പെട്ട പേരാണ് ഹസിൽ എന്നുള്ളത്. പിരിച്ചു കിട്ടുന്ന തുകയാണ് ഹസിൽ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കർഷകൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഒരു 100 രൂപ നികുതിയായിട്ട് നിശ്ചയിച്ചു. ആ 100 രൂപ നികുതിയാണ്, അതുകൊണ്ട് അതറിയപ്പെട്ട പേരാണ് ജമ എന്നുള്ളത്. എന്നാൽ അത് പിരിക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ചെല്ലുന്നു. അദ്ദേഹം പിരിക്കുന്ന സമയത്ത് കർഷകന് കൃഷിയിൽ കുറച്ച് നഷ്ടം വന്നതുകൊണ്ട് അദ്ദേഹത്തിന് 90 രൂപ മാത്രമേ നികുതിയായിട്ട് നൽകാൻ സാധിച്ചുള്ളൂ. ഈ 90 രൂപ എന്ന് പറയുന്നത് പിരിച്ചു കിട്ടുന്ന തുകയാണ്. അതുകൊണ്ട് ഈ പിരിച്ചു കിട്ടുന്ന തുക അറിയപ്പെട്ട പേരാണ് ഹസിൽ.
ഹസിൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ജമയും ഹസിൽ നിരന്തരമായിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ഒരു ഭാഗമാണ് ജമ ഹസിൽ എന്നുള്ളത് എന്താണെന്നുള്ളത്. അപ്പോൾ ജമ എന്ന് പറഞ്ഞാൽ ഹസിൽ എന്ന് പറയുന്നത് മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നികുതിയുമായി ബന്ധപ്പെട്ട രണ്ട് പദങ്ങളാണ്. ജമ എന്ന് പറഞ്ഞാൽ നികുതിയായിട്ട് നിശ്ചയിച്ച തുകയാണ് ജമ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഹസിൽ എന്ന് പറയുന്നത് പിരിച്ചു കിട്ടുന്ന തുക. എത്രയാണോ നികുതി നിശ്ചയിച്ചത് അത് പൂർണ്ണമായിട്ടും ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ എത്രയാണോ നികുതിയായിട്ട് പിരിച്ചു കിട്ടുന്നത് ആ കിട്ടുന്ന തുക അറിയപ്പെട്ട പേരാണ് ഹസിൽ എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം, 14ാം ചോദ്യം. മലബാറിലെ കാർഷിക കലാപങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് വില്യം ലോഗൻ്റെ അഭിപ്രായം എന്തായിരുന്നു? വില്യം ലോഗൻ മലബാറിൽ എന്ത് ചെയ്യുന്നു? 19ാം നൂറ്റാണ്ടിൽ മലബാറിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് 50ലേറെ കലാപങ്ങൾ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. ഈ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മീഷനായിരുന്നു വില്യം ലോഗൻ കമ്മീഷൻ. ഈ വില്യം ലോഗൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വരികയും മലബാർ മേഖലയിൽ വരികയും അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത്രയും കലാപങ്ങൾ, കാർഷിക കലാപങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടാകുമെന്ന് പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടുത്തെ കാർഷിക പ്രശ്നങ്ങളും കർഷകരുടെ ദാരിദ്ര്യവുമാണ് ഇവിടെ കലാപങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് വില്യം ലോഗൻ അഭിപ്രായപ്പെടുന്നു. ടെക്സ്റ്റ് പേജ് നമ്പർ 181 വില്യം ലോഗൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത്. മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ കൃത്യമായിട്ട് പറയുന്നു മലബാറിലെ ഈ കലാപങ്ങൾക്ക് കാരണം, മാപ്പിള കർഷകർ നടത്തിയിട്ടുള്ള കലാപങ്ങളുടെ കാരണം കാർഷിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നിന്ന് അമിതമായിട്ട് നികുതി പിരിച്ചെടുത്തതാകാം, അല്ലെങ്കിൽ അവരുടെ നിന്ന് അമിതമായിട്ട് ചൂഷണം ചെയ്ത ബ്രിട്ടീഷുകാരും ജന്മിമാരും അവരെ ചൂഷണം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? കർഷകരെല്ലാവരും തന്നെ ദാരിദ്ര്യത്തിലാകുന്നു. അപ്പോൾ ആ രണ്ട് കാരണങ്ങൾ, കാർഷിക പ്രശ്നങ്ങളും ദാരിദ്ര്യവുമാണ് മലബാറിലുണ്ടായിരുന്ന കർഷക കലാപങ്ങളുടെ കാരണമെന്ന് ആര് കണ്ടെത്തി? വില്യം ലോഗൻ കണ്ടെത്തി. വില്യം ലോഗൻ എന്ന് പറയുന്ന ഈ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മീഷനായിരുന്നു വില്യം ലോഗൻ കമ്മീഷൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വരുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇവിടെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആകെ 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് 10-11 ചോദ്യങ്ങളോളം നമുക്കുണ്ട്. അതിൽ കൃത്യമായിട്ട് 8 എണ്ണത്തിൽ മാത്രം, നമുക്കറിയുന്ന ഏതെങ്കിലും 8 എണ്ണത്തിൽ മാത്രം ഉത്തരങ്ങൾ എഴുതിയാൽ മതിയാകും. അപ്പോൾ ചോദ്യത്തിൻ്റെ മാർക്കിനെ അടിസ്ഥാനമാക്കി മാത്രം ഉത്തരങ്ങൾ എഴുതാൻ നോക്കാം. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.